അമേരിക്കയും ചൈനയും തമ്മിൽ ഇപ്പോൾ വലിയ വ്യാപാര യുദ്ധത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അമേരിക്ക ചൈനയ്ക്ക് മുകളിൽ താരിഫ് ഏർപ്പെടുത്തുന്നു, അതിനു പകരമായി ചൈന അമേരിക്കയ്ക്ക് മുകളിൽ താരിഫ് ഏർപ്പെടുത്തുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ രീതിയിലാണ് അമേരിക്കയുടെയും ചൈനയുടെയും നീക്കങ്ങളെല്ലാം നടക്കുന്നത്. ചൈന അമേരിക്ക ഓരോ തവണ എത്ര താരിഫ് ഏർപ്പെടുത്തുന്നോ അതിന് ആനുപാതികമായ രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ നിലപാടെടുത്തുകൊണ്ട് അമേരിക്കയ്ക്കെതിരെയും തുല്യമായ രീതിയിൽ താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അമേരിക്കയുടെയും ചൈനയുടെയും ട്രേഡിന്റെ കാര്യത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ചൈനയിൽ നിന്നും പ്രതിവർഷം $600 ബില്യൺ സാധനങ്ങളാണ് യുഎസിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ചൈനയുമായുള്ള വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് $297 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് ആണ് ഉള്ളത്. എന്നുവെച്ചാൽ ഒരു വർഷം അമേരിക്ക ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന സാധനത്തിനേക്കാൾ $297 ബില്യൺ സാധനങ്ങൾ അധികമായിട്ട് ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു വ്യാപാര യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ചൈനയെ തന്നെയാണ് കൂടുതൽ ബാധിക്കുക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ യുഎസിനെയും ഇത് നല്ല രീതിയിൽ തന്നെ ബാധിക്കും എന്നുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തിലും ചൈന വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് അമേരിക്കക്കെതിരെ നിലപാടുകൾ എടുക്കുന്നത്. ചൈന എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് അവരുടെ ഓരോ പ്രഖ്യാപനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അമേരിക്കക്ക് കീഴ്വണങ്ങി മുന്നോട്ട് പോകേണ്ട ആവശ്യം ചൈനയ്ക്ക് ഇല്ല എന്ന രീതിയിലാണ് അവരുടെ ഓരോ നീക്കങ്ങളും നടക്കുന്നത്. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പല റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. ചില ആളുകൾ ഇന്ത്യക്ക് ഇത് വളരെ ദോഷമായിട്ടാണ് ഇന്ത്യയിൽ ഇത് പ്രതിഫലിക്കുക എന്ന് പറയുമ്പോൾ, ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഇത് ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ ഒരു അവസരമാണ് മുന്നോട്ട് വളരാനും ഇന്ത്യയുടെ എക്കണോമിക് സ്ട്രെങ്ത് കൂട്ടാനുമെല്ലാം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇത് ഇന്ത്യക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അവസരമാണ്. വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഇന്ത്യക്ക് വളരാൻ വലിയ സാധ്യതകൾ മുന്നോട്ട് തുറക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് വലിയ ഒരു വിഭാഗം ആളുകളും പറയുന്നത്. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നതുപോലെ ട്രംപണ്ണൻ ഇപ്പോൾ ഇന്ത്യക്ക് അടിച്ചു തന്നിരിക്കുന്നത് 26% അധിക താരിഫാണ്. എങ്കിലും ഈ ഒരു സാഹചര്യത്തെ ഇന്ത്യ വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് നല്ല എക്കണോമിക് ഗ്രോത്തും അതുപോലെ തന്നെ മുന്നോട്ട് വലിയ നേട്ടങ്ങളും കൈവരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നമ്മളുടെ മുന്നിലുണ്ട്. നമ്മളുടെ ഭരണാധികാരികൾ എങ്ങനെ ഈ ഒരു അവസരത്തെ വിനിയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് 26% താരിഫ് ട്രംപണ്ണൻ അടിച്ചു തന്നെങ്കിലും മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടിയത് വളരെ കുറവാണ്. ഉദാഹരണത്തിന് ചൈനയുടെ കാര്യം മാത്രം എടുത്തു പരിശോധിച്ചാൽ മതി. ടോട്ടലി ഇപ്പോൾ ചൈനയ്ക്ക് 104% താരിഫാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ചൈനയുടെ ഉൽപ്പന്നം അത് അമേരിക്കയിൽ എത്തുമ്പോൾ എന്താണോ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് അതിൻ്റെ നേരെ ഇരട്ടി വിലയിൽ മാത്രമേ അത് യുഎസിൽ വിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ത്യക്കാർ ഇപ്പോൾ മുതലെടുക്കേണ്ടിയിരിക്കുന്നത്. ചൈനയുടെ പ്രൊഡക്ട്സുകൾക്ക് താരതമ്യേന പ്രൈസ് കുറവാണ് എന്നുള്ളതാണല്ലോ അമേരിക്കൻ വിപണിയിലൊക്കെ ചൈന പ്രൊഡക്ട്സിന് ഇത്രത്തോളം ഒരു സ്വീകാര്യത ലഭിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. നിലവിൽ ചൈനയ്ക്ക് 54% താരിഫെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 50% അധിക താരിഫും കൂടി ഏർപ്പെടുത്താനാണ് ഇപ്പോൾ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പല വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 104% ആകും. 104% കഴിഞ്ഞാൽ പിന്നെ യുഎസിൽ ചൈനയുടെ എല്ലാ സാധനങ്ങൾക്കും നിലവിലുള്ളതിനേക്കാൾ ഇരട്ടി വിലയാകും. ചൈനയുടെ യുഎസിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി വിലയായി മാറുകയും അത് ആണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കേണ്ടത്. അത് ഉപയോഗപ്പെടുത്തി നല്ല കാര്യക്ഷമതയോടുകൂടി നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല പ്രൈസിൽ യുഎസിലേക്ക് ഇവിടുന്ന് നല്ല എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്ത് ബിസിനസ് സ്ഥാപനങ്ങളെയെല്ലാം ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ചൈന എങ്ങനെയാണ് വളർന്നത് അതുപോലെ തന്നെ ഇന്ത്യക്കും വളരാൻ കഴിയും എന്നുള്ളതാണ്. അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും ഇതുപോലെയുള്ള ഒരു യുദ്ധം നടക്കുന്ന സമയത്താണ് ചൈന ഇവർ തമ്മിലുള്ള പ്രശ്നത്തെ മുതലെടുത്തുകൊണ്ട് ഇത്രത്തോളം വളർന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആ ചൈനയും അമേരിക്കയും തമ്മിൽ പ്രശ്നം നടക്കുമ്പോൾ അവിടെ അത് ഗെയിൻ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ചൈന എങ്ങനെയാണ് വളർന്നത് അതുപോലെ തന്നെ ഇന്ത്യക്കും വളരാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ലീഡേഴ്സ്, ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.